കുമ്പളയിൽ കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്ന യുവാവിനെയും പെൺസുഹൃത്തിനെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ 2 യുവാക്കൾ പിടിയിൽ. 3-ാം പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. മൊഗ്രാൽ മൈമുൻ നഗറിലെ 20-കാരനെയും സുഹൃത്തായ 18-കാരിയെയുമാണ് തിങ്കളാഴ്ച തട്ടിക്കൊണ്ടുപോയത്. This news sponsored by Yenappoya Speciality Hospital, Kodiyal Bayal, Mangalore. മൊഗ്രാൽ മൈമുൻ നഗർ നീരോളി ഹൗസിലെ അഫ്സൽ, കുന്നിൽ ഹൗസിൽ മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കുമ്പള അനന്തപുരം ക്ഷേത്രത്തിന് സമീപത്ത് കാറിലിരുന്ന് സംസാരിക്കുകയായിരുന്നു യുവാവും പെൺസുഹൃത്തും. ഇതിനിടയിൽ ഓട്ടോറിക്ഷയിലെത്തിയ 3 പേർ യുവാവിനെ മർദ്ദിക്കുകയും യുവതിയോട് മോശമായി പെരുമാറുകയും ചെയ്തു. അക്രമി സംഘം കാറിൽ കയറി യുവാവിനെയും യുവതിയെയും കൂട്ടി സീതാങ്കോളി ഭാഗത്തേക്ക് കാർ ഓടിച്ചുപോയി. സീതാങ്കോളിയിലെ ബെവറേജസ് സ്റ്റോപ്പിന് മുന്നിലെത്തിയപ്പോൾ യുവാവിൽ നിന്ന് 500 രൂപ പിടിച്ചുവാങ്ങി. സംഘത്തിലെ ഒരാൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും മൊബൈൽ ഫോൺ കൈക്കലാക്കുകയും ചെയ്ത ശേഷം 1.5 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കാർ വീണ്ടും അമിത വേഗതയിൽ ഓടിച്ചുപോയി. ഇതിനിടയിൽ അതുവഴി എത്തിയ മറ്റൊരു കാറിൽ ഉരസുകയും ചെയ്തു. ഇതോടെ ഈ കാറുകാരുമായി വാക്കുതർക്കമുണ്ടായി. ബഹളം കേട്ടെത്തിയ നാട്ടുകാരോടും വിവരമറിഞ്ഞെത്തിയ പോലീസിനോടും യുവാക്കൾ തട്ടിക്കയറുകയും ചെയ്തു. കോളേജിൽ പോകുന്നൊരു പെൺകുട്ടിയെ ഈ കത്തി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, വണ്ടി തടയുക, വണ്ടി കുട്ടിയ, നല്ല സിനിമാ സ്റ്റേജിൽ പോലും വെല്ലുന്ന രൂപത്തിലാണ് ഇവിടെ ഗുണ്ടകളുടെ വിളിയാട്ടം. ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പാണ് ഇവിടെ ബീവറേജിൻ്റെ അടുത്ത് വെച്ച് തലക്കടിച്ചിട്ട് കൊന്നത്. അതിനുശേഷം ഞാനും ബഹുമാനപ്പെട്ട കുമ്പള കുട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും SP കാര്യങ്ങളെ വിവരിച്ച് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ഉള്ള നിവേദനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ SP എന്ന് പറഞ്ഞത് ഒരു 10 ദിവസം കൊണ്ട് അതിന് വേണ്ട എല്ലാ സംവിധാനം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ പോലീസിനെ അതായത് വിവിധ ജില്ലയിൽ കുറച്ച് പോലീസിനെ വിശ്വസിക്കാം, അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയിട്ട്, പക്ഷേ ഇതുവരെയായിട്ട് ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ 2ാമത് വീണ്ടും ഞങ്ങൾ SP കാണാൻ വേണ്ടി ഇതാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ ചില പോലീസുകാരുണ്ട്, എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല, മഫ്തിയിൽ നിന്ന് ഏതെങ്കിലും കടൻ്റെ മുമ്പിൽ വന്നിട്ട് 2 വീലിൻ്റെ ഫോട്ടോ എടുക്കുന്നത്, അത് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിഫോമിലൊന്നുമല്ല, മഫ്തിയിൽ വന്നിട്ടാണ് ഏതെങ്കിലും ഷോപ്പിൻ്റെ മുമ്പിൽ. ചിലപ്പോൾ അവർ ഈ ഫോട്ടോ എടുക്കുമ്പോൾ പലപ്പോഴും ഇവിടെ ആക്സിഡൻറ്റ് വരെ സംഭവിക്കാണ്ട്. ഇന്നിപ്പോൾ ഒരു ആക്സിഡൻ്റായി, ദിവസം ഇവിടെ ആക്സിഡൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് ട്രാഫിക്കിലെ നിയമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ RTOയിൽ ബന്ധപ്പെട്ട് നിരവധി തവണ RTOയിൽ ബന്ധപ്പെട്ട് അവർ വന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞത് ഇതുവരെയായിട്ട് അവരും വന്നിട്ടില്ല. സർക്കാരല്ലേ മദ്യം കൊടുക്കുന്നത്, സർക്കാരിനോട് പോയി ചോദിക്കുകയെന്നാണ് യുവാക്കൾ പോലീസിനോട് പറഞ്ഞത്. തുടർന്ന് അഫ്സലിനെയും മൻസൂറിനെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിനിടെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട 3-ാമനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. അഫ്സൽ 2014 കുമ്പള സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കൊലക്കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൂടാതെ ലഹരിമരുന്ന് കടത്ത്, മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കേസുകളിലും പ്രതിയാണ്. മൻസൂറിനെതിരെ കൊലപാതക ശ്രമം, ആയുധ നിയമം, മോഷണം തുടങ്ങിയവയ്ക്ക് കേസുകളുള്ളതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.